ഇത് ഒരു വലിയൊരു സവാളയാണെങ്കിൽ ഒന്നെടുക്കുക, അല്ലെങ്കിൽ രണ്ടെണ്ണം എടുക്കുക. ഓക്കെ. ടൊമാറ്റോ ഒരെണ്ണം, ഒരു ടൊമാറ്റോ. പിന്നെ മല്ലിയില ആഡ് ചെയ്യാം. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. ഓക്കെ. നമുക്കൊന്ന് അരച്ചിട്ട് വരാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ലേശം നെയ്യ് ഒഴിക്കാം. ഓക്കെ. ലേശം നെയ്യ്, ലേശം എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒരു ലീഫ് ഇട്ട് കൊടുക്കാം. പിന്നെ പട്ട, ഏലക്ക, ഗ്രാമ്പു, പെരുംജീരകം അതൊക്കെ ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ. കരിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. കറിവേപ്പില നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊരു സ്പെഷ്യൽ ചിക്കൻ കേട്ടോ. സ്പെഷ്യൽ കൂട്ടുകളാണ്. എല്ലാം അരച്ച് ചേർക്കുന്നതാണ്. അരച്ച് കൂട്ട് മസാലയൊക്കെ. ഓക്കെ. നമുക്കിതിലേക്ക് ചിക്കൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് നെയ്യിൽ കിടന്നൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. നെയ്യിലോട്ട് കിടന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി, ലേശം ഇഞ്ചി, നല്ല മിക്സ് ചെയ്യാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. മുഴുവനെ തന്നെ ഇട്ട് കൊടുക്കുക. നമുക്ക് അരച്ച് വെച്ചേക്കുന്ന സവാള, ടൊമാറ്റോ, മല്ലിയില അതെല്ലാം അരച്ച് നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിൽ കിടന്ന് നന്നായിട്ട് ഒന്ന് വേകണം. മസാല നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ആഡ് ചെയ്യാം. ഓക്കെ. ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഒരു സ്പൂണ് ഉപ്പ്, മസാല ആഡ് ചെയ്യാം. ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി, ഒരു സ്പൂണ് സാദാ മുളക് പൊടി, ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് മല്ലിപ്പൊടി. ഓക്കെ. നമ്മൾ ഗരം മസാല ഇട്ടായിരുന്നു, പൊടിയാണ് ശകല ആഡ് ചെയ്ത് കൊടുത്ത്. ലേശം കുരുമുളക്, നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. മസാലയൊക്കെ ഒന്ന് പച്ച ഒന്ന് ചുവ മാറട്ടെ. ഓക്കെ. ഇതിൽ കിടന്ന് ചെറിയ തീ കിടന്ന് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്യുക. ലേശം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചിക്കൻ വേഗണ്ടേ, അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം. നമുക്കൊരു 10-15 മിനിറ്റ് നമുക്ക് അടച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ചിക്കൻ നമുക്ക് ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട് കേട്ടോ. വെന്ത് ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി നമ്മൾ ഒരു നെയ്യ് കൊണ്ട് ഒരു ചിക്കൻ റോസ്റ്റ്
ഓക്കെ, നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ടേസ്റ്റ് അടിപൊളി, നന്നായിട്ടുണ്ട്. മസാലയൊക്കെ കറക്റ്റാണ്, ഉപ്പൊക്കെ കറക്റ്റാണ്, നല്ല ടേസ്റ്റാണ്. ആ നെയ്യും കൂടെ ഒഴിച്ചപ്പോഴത്തേക്കൊരു വെറൈറ്റി ചിക്കൻ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളിയാണ്. ചോറിൻ്റെ കൂടെ, ചപ്പാത്തീൻ്റെ കൂടെ, ബെറോട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം, ദോശേൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ അടുത്തൊരു ഡിഷുമായി വരാം. അടുത്ത പ്രാവശ്യം വരാം നല്ലൊരു ഡിഷുമായിട്ട്. അത് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കുക്കിങ്ങൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. ബൈ.